രാം നാരായൺ റാം. നിങ്ങൾ ആരുടെയും ഭൂമിയിൽ അധികം വെള്ളം ഒഴിച്ചാൽ നിങ്ങളുടെ പേരിൽ കേസാകും. പക്ഷേ സമുദ്രത്തിനെതിരെ ആരും കേസ് ചുമത്താനാകില്ല. അതിന് ആരുടെയും വാക്കുകൾ കേൾക്കാൻ ആവില്ല. അതെല്ലാം പൂർണ്ണമായി ഒഴുകിപ്പോകും. ആരെയും ഒന്നും പറയാൻ അവസരവുമില്ല. ഈ ശരീരത്തിൽ നിന്ന് തന്നെ ആദിമസ്വരങ്ങൾ ഉദിക്കും. എല്ലാവരുടെയും ഉള്ളിൽ ലോകത്തിൻ്റെ അനന്തസ്വരത്തിൻ്റെ സൂചനയുണ്ടെങ്കിൽ അതിനുള്ളിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. ആയിരക്കണക്കിന് ആളുകളെ ഒരു സ്വരത്തിൽ ബന്ധിപ്പിക്കാനായാൽ ആ പ്രായോഗിക ഇച്ഛയുടെയും ഏകതയുടെ സ്വരത്തിൻ്റെയും വിളി മുഴങ്ങിയാൽ എവിടെയും വിമർശനം ഉണ്ടാകില്ല, തടസ്സങ്ങളും ഉണ്ടാകില്ല. ഓരോരുത്തരും തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മോടൊപ്പമുണ്ടാകും. മരണത്തെ അതിക്രമിക്കാൻ എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ട്. കുറവിൻ്റെ സ്വരം എല്ലാവർക്കും ഒന്നാണ്. അതിനാൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് മഹാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയില്ല. ഈ വിപ്ലവത്തിൻ്റെ വഴി എല്ലാവരുടെയും ഉള്ളിൽ ദേശസ്നേഹം ഉണരും. അതിനുശേഷം എല്ലാവരും വിശാലമായ മനസ്സോടെ നോക്കാൻ തുടങ്ങും. ഇന്നത് നമ്മൾക്കൊന്നുമില്ല. ആരെയും വിമർശിക്കാൻ കഴിയുന്നില്ല. നാം ദുർബലരായി വ്യത്യസ്തമായ ആശയങ്ങളിലകപ്പെട്ട് നാം മൂടി വീണിരിക്കുന്നു. എന്താണ് നല്ലത്, എന്താണ് മോശം എന്നതിനെക്കുറിച്ചും നാം മനസ്സിലാക്കുന്നില്ല. ദേശത്തിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും എല്ലാം അടിസ്ഥാന നയത്തിലെ പിശകുകൾ കൊണ്ടു മാത്രമാണ്. രാഷ്ട്രീയ തത്വം വേറൊന്നുമല്ല. എല്ലാ തത്വങ്ങളും ഒന്നുപോലെയാണ്. ലോകത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും വിദ്യാഭ്യാസം ഉൾപ്പെടെ മുന്നോട്ടു പോയവരും എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും ആ പരമശാന്തിയിലേക്ക് കടന്നാൽ എല്ലാ രാജ്യങ്ങളും ഒന്നാകുകയാണെങ്കിൽ രാജ്യത്ത് ആഹാരക്കുറവുണ്ടാകില്ല.